2021 സ്വിഫ്റ്റ് ZXi ആണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. കമ്പനി പെയിൻറ്റ് വേറെ കാര്യങ്ങളൊന്നും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. 2017 ബ്രസ VDI ഓപ്ഷനിലാണ്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2007 ഡീസൽ സ്വിഫ്റ്റാണ്. 130 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോണ്ട സിറ്റി 2014 VX ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരും. ടോപ്പാണ്, ഏറ്റവും ടോപ്പിൻ്റെ ഉണ്ട്. അന്നിറങ്ങുന്ന ടോപ്പിൻ്റെ പിന്നെ അനുശേഷം ZX വരുന്നത്. ഇത് VX അന്നിറങ്ങുന്ന 2014 ടോപ്പിൻ്റെ വണ്ടിയാണ്. പിന്നെ നമുക്ക് വരുന്നത് ക്രിസ്റ്റയാണ്. എല്ലാവർക്കും ഡിമാൻഡായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. 2019 G4 മാനുവലാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് വന്നേക്കുന്നത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ചാത്തമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ എപ്പോൾ വന്നാലും കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. അതേപോലെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഇല്ലെന്നല്ല, 90 രൂപ 115 ആ റേഞ്ചിന് നിൽക്കുന്ന വണ്ടികളും ഉണ്ട്. പക്ഷെ അത് 1-2 ഉള്ളൂ. ബാക്കി വരുന്ന എല്ലാ വണ്ടികളും നല്ല ക്വാളിറ്റിയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക്, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്തരക്കാർക്കാണ് തോനെയും വണ്ടികൾ ഇവിടെ കിടക്കുന്നത്. പിന്നെ ഒരു 13 ലക്ഷം രൂപയുടെ ക്രെട്ടയും കിടപ്പുണ്ട്. ആ രീതിയിൽ നോക്കുന്നവർക്കും എടുക്കാവുന്ന വണ്ടികൾ കിടക്കുന്നത് നല്ലൊരു ഷോപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. അതിലുപരി വീഡിയോ എടുക്കുമ്പം കാര്യങ്ങൾ, ഗിയർ കാര്യങ്ങൾ, സീറ്റ് കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങൾ എന്ന വാക്ക് വലുതായിട്ട് സംസാരിക്കരുതെന്ന് നമ്മൾ സ്നേഹിതൻ, അതായത് ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം. പക്ഷേ സുഹൃത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞു, എന്നാലും ഞാൻ പറയാണ്, ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ വരികയാണെങ്കിൽ ക്ഷമിക്കുക. വർഷങ്ങളായിട്ട് ശീലിച്ച ശീലമാണേ. ഇപ്പം മാറ്റിയെടുക്കാൻ എനിക്ക് സമയം തരണം. ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പം നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ബായോ ബ്രോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ഇത്തവണ എത്ര രൂപയുള്ള വണ്ടികളാണ് കിടക്കണേ? ഇത്തവണ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ 2010 ആൾട്ടോയൊക്കെ നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാം. 90 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി 95 രൂപയുള്ള വണ്ടികളാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത്. ഉണ്ട്. ഏകദേശം എത്ര ലക്ഷം വരെയൊക്കെ ഉണ്ട്? നമുക്ക് അതിന് മേലിലോട്ട് ക്രിസ്റ്റ വരെ കിടപ്പുണ്ട്. ക്രിസ്റ്റ എത്ര ചോദിക്കുന്നത്? ക്രിസ്റ്റ ആണെങ്കിൽ നമുക്ക് 2019 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. അതാണെങ്കിൽ 1790 കൊടുക്കാം. 1790. ആ ഓക്കെ. അപ്പോൾ 1790, അതായത് 18 രൂപ വരെയുള്ള വണ്ടികൾ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. പറഞ്ഞോ. 2019 സ്വിഫ്റ്റ് VXi മാനുവലാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ക വണ്ടിയാണ്. കിലോമീറ്ററൊക്കെ ജെനുവിനാണേ? ഏതാ കിലോമീറ്ററൊക്കെ പക്ക ഹിസ്റ്ററി ഉള്ള സിംഗിൾ ഓണർഷിപ്പിലേക്കുന്ന വണ്ടിയാണ്. വണ്ടി നല്ല വൃത്തിയുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. വണ്ടിക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സൊക്കെ പുതിയ ഇട്ടേക്കുവാണ്? പുതിയ ടയറുകളാണ്. പുത്തൻ ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല, സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. എത്ര ചോദ്യം? ഇതാണെങ്കിൽ നമ്മൾ ഫൈനല് 5,35,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, GST ഒക്കെ ആയിട്ട് പുതിയ വണ്ടികൾക്കൊക്കെ വില അല്ല. ഈ ഷേപ്പ് വണ്ടി ന്യൂ കാറിൽ ഇല്ല. ഇത് നല്ല ഡിമാൻഡുള്ള ടൈപ്പ് വണ്ടിയാ ഇത്. എന്നാലും ഞാൻ ചോദിച്ചാ അപ്പം വിലയില് അതുകൊണ്ടാ പറഞ്ഞത്. അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് പറയാ. 19 VXi ആണ്. ധൈര്യമായിട്ട് അവർക്ക് എവിടെ വേണോ തിരക്കാം. ഈ ഷേപ്പ് വണ്ടിക്ക് ഡിമാൻഡ് ഉള്ളതാണ്. ഓക്കെ. 5,35 കൊടുക്കാം. 5,35. ഇത് 2011 A-Star VXi സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ്. 65,000 കിലോമീറ്ററാണ് ഓട്ടം ഉള്ളത്. ഓട്ടം ജെനുവിനാണോ? ജെനുവിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് ഇന്റീരിയറും ക്ലീൻ ചെയ്ത് തരാം. ഈ സീറ്റ് കവർ അത്യാവശ്യം മോശമല്ല, കീറിയിരിക്കുന്നതല്ല, അഴുക്ക്. അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇന്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അഥവാ ഇല്ലെങ്കിൽ ഒരു സീറ്റ് കവർ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ? സീറ്റ് കവർ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ടയർ ഭാഗവും 2 പുതിയ ടയറും എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ. ഇത് ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 1,75 ഫൈനൽ കൊടുക്കാം. 1,75 ഇവിടെ ഉണ്ട്. ചെറിയ ഏകദേശം വലിയ പോറലല്ല. അതെല്ലാം ചെയ്ത് കൊടുക്കാം.
വണ്ടിക്ക് വൃത്തിയൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അതേപോലെ ഡോറ് തന്നെയാണെങ്കിലും പഴം പോലെ ഇരിക്കുകയല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡോറ് തന്നെയാണ്, അത് കുഴപ്പമില്ല. 1.65 ലാസ്റ്റ്. ഫ്രണ്ട് ടയർ ഈ സൈഡ് മാത്രം മൊട്ട ടയറാണ്, അത് മാറി കൊടുക്കുമല്ലോ. ടയർ 2 പുതിയ ഇട്ട് കൊടുക്കുക. 2007 ഡീസൽ സ്വിഫ്റ്റാണ്. 130 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ ടച്ചിൻ്റെ പരിപാടികളുണ്ട്. ഇതായത് സ്റ്റിക്കർ പോയിട്ടുണ്ട്. പെയിൻ്റൊക്കെ നല്ല പെയിൻ്റാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസ് ഇല്ല. വണ്ടിയുടെ പഴമയ്ക്കനുസരിച്ചുള്ള ഒരു കണ്ടീഷനാണ് കാണുന്നത്, അല്ല ഭയങ്കര സംഭവമായിട്ടല്ല, പക്ഷെ എന്നാലും കൊള്ളാം, വണ്ടി വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 1.60 ഫൈനൽ കൊടുക്കാം. 1.60. 2 ഡോർ പവർ വിൻഡോസ് ആണ്. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, നല്ലൊരു അലോയ് വീൽസും കിടപ്പുണ്ട്. ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ അത്യാവശ്യം മെനയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1.60 അല്ലേ? അതെ. എന്തോ ഓടിയിട്ടുണ്ട്? 1.30. പെട്രോളാ ഡീസലാ? ഡീസൽ. വീഡിയോ ആയിരുന്നില്ലേ? LDA കൺവെർട്ട് ചെയ്ത് വീഡിയോ ആക്കിയതാണ്. പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. 2018 വോൾക്സ്വാഗൻ പോളോ, 89,000 കിലോമീറ്റർ, പെട്രോളാണ്. 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈലേജോ? ഏതാ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 18 മൈലേജ് കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ. എന്നാലും അത്ര കിട്ടുമോ? 18 മൈലേജ് കിട്ടും. വണ്ടിക്ക് അകമൊക്കെ നീറ്റാണ്, അത് കുഴപ്പമില്ല. ഒരു ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയറൊക്കെ അത്യാവശ്യം സീറ്റ് കവറെല്ലാം ചെയ്തിട്ടുണ്ട്. 4 പുതിയ ടയറാണ്. ടയേഴ്സ് എല്ലാം പുതിയ ഇട്ടേക്കോ അല്ലേ? അതെ. ഫ്രഷ് ടയേഴ്സ്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 4,60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ വില. ബലേനോ ആൽഫ 2017 മോഡല്. ആൽഫയാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സാണ് ചെയ്തേക്കുന്നത്. മാനുവലാണ്. ഓരോ പവർ വിൻഡോസും സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ ആൽഫയാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ ഞാൻ അപ്പോൾ വിളിച്ച് പറയണ്ടായിരുന്നു ഇത്രയിൽ. ഓക്കെ. ടയേഴ്സ് കൊള്ളാം, അത്യാവശ്യം ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 5,40,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇതും നമുക്ക് 5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 5 ലക്ഷം വരെ ഫിനാൻസ് കിട്ടുമ്പോൾ ഒരു 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അതെ. അപ്പോൾ പോളോയ്ക്കും ഫുൾ ഫിനാൻസ് കിട്ടുന്നതാണ്. ഫുൾ ഫിനാൻസ് കിട്ടും. ഹോണ്ട സിറ്റി 2014 VX ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരും. ടോപ്പാണ്, ഏറ്റവും ടോപ്പിൻ്റെ ഉണ്ട്. അന്നിറങ്ങുന്ന ടോപ്പിൻ്റെ. പിന്നെ അതിനുശേഷം ZX വരുന്നത്. ഇത് VX അന്നിറങ്ങുന്ന 2014 ടോപ്പിൻ്റെ വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 1.58 ഓടിയിട്ടുണ്ട്. പക്ക ജെനുവിൻ സർവീസാണ്. കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഫുൾ സർവീസ്. വണ്ടി നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം പക്കയാണ്. എത്ര ചോദിക്കുന്നത്? സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ നമുക്ക് 4,40,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഇതും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫുള്ള് കിട്ടും. 4,40,000 രൂപ ഫിനാൻസ് കിട്ടും. 5 വർഷം ലോൺ കിട്ടുമോ? 5 വർഷം കിട്ടും. 2019 സിയാസ് ഡെൽറ്റ പ്ലസ് ആണ്. വേറെ പ്രൊജക്ടർ ലൈറ്റ്, ഫോഗ് ലാമ്പ്, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. പക്ക നീറ്റ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റ് കാര്യം ഒന്നുമില്ല. എല്ലാത്തിനകത്തും ഒരു ആൻഡ്രോയിഡ് കാണും അല്ലേ? അതെ. പ്രത്യേകം വെച്ച രീതി. ഇപ്പം എല്ലാവരും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യുന്നുണ്ട്. ഇത് ടോപ്പിൻ്റെ പേരാണോ? ആൽഫ അല്ല, ഡെൽറ്റ പ്ലസ് ആണ്. ഡെൽറ്റ പ്ലസ്. ഓക്കെ. എത്ര ചോദ്യം? ടയറെല്ലാം കമ്പനിയുടെ വരുന്നതാണ്. സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. ഇതാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പിനി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ എന്തുവായിരുന്നു? 29,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. അത് ചിലത് കേൾക്കാൻ വയ്യ, വണ്ടി പോകുന്നോണ്ടേ, അതാ ഞാൻ ചോദിച്ചത്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 7,10 ഫൈനൽ കൊടുക്കാം. 7,10. ഇതിപ്പോൾ ഇറങ്ങുമ്പം സാധാരണ രീതിയിൽ ഇറങ്ങുമ്പോൾ ഇത് എത്ര കാണും? ഇതിന് 11 ലക്ഷം രൂപ വിലയുണ്ട്. ഇപ്പം എടുക്കാൻ പോകുന്നെങ്കിൽ GST കുറഞ്ഞിട്ട് ഈ വേരിയൻറ്റിന് അന്ന് ഇറങ്ങുമ്പോഴാണ് ആ വില. ഇപ്പം ഇറങ്ങുമ്പോൾ അതിൽ നിന്നും കൂടുതലാണ്. അതോ?
ഇപ്പം റേറ്റ് കൂടി. സിയാസിന് അന്ന് ഇറങ്ങിയ കെട്ടി 2019 ഇറങ്ങിയ കെട്ടി 25 റേറ്റ് വ്യത്യാസമുണ്ട്. GST വന്നപ്പോൾ കുറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പം 13 ലക്ഷം രൂപയുടെ പിച്ച് വരും. 2017 ബ്രസ VDI ഓപ്ഷനിലാണ് 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. ഇത്രയും ഓടിയെങ്കിലും വണ്ടിക്ക് നല്ല വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലല്ല, VDI ഓപ്ഷനിലാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് 2 എയർ ബാഗ് വരും. 2 എയർ ബാഗ് ഉണ്ട് അല്ലേ? എത്ര ചോദ്യം? ഇവിടെ ഒരു ഇത് പോയിട്ടുണ്ടല്ലോ, ഒരു പീസ് പോയിട്ടുണ്ട്. വെച്ച് കൊടുക്കൂ. അത് മൊത്തത്തിലേ വരുള്ളൂ. അത് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം ആണെങ്കിൽ 6,15 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 6,15. പക്ഷേ വണ്ടി അല്ലാത്ത പക്ഷം വേറെ ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. വലിയ കുഴപ്പങ്ങളും കാണുന്നില്ല. ചെറിയ പൊട്ട്, ഇതൊരു വലിയ കാര്യമല്ല, എന്നാലും പറഞ്ഞതാണ്, ചെറിയൊരു പൊട്ട് അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ, വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് വരുന്നത് ക്രിസ്റ്റയാണ്. എല്ലാവർക്കും ഡിമാൻഡായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. 2019 G4 മാനുവലാണ്. കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോഗ്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. ഒറിജിനൽ കേരള വണ്ടി. വണ്ടി നല്ല പോഷായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിയിട്ടില്ല വണ്ടി, പിന്നെ എങ്ങനെയാണ് അതിനകത്ത് മോശം വരുന്നത്? കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. വണ്ടിക്ക് ഓൾറെഡി വൃത്തി നല്ല പോഷായിട്ട് എടുത്ത പോലെ തന്നെ ഇരിപ്പുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 1790 ഫൈനൽ കൊടുക്കാൻ പറ്റും. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 13 മൈലേജ് കിട്ടും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. വണ്ടിയിൽ പോറല കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഫസ്റ്റ് ടയേഴ്സ് ആണല്ലേ? കമ്പനി ടയർ തന്നെയാണ്. ഇത് 5 കമ്പനി ടയർ തന്നെയാണ് ഉള്ളത്. 2021 N-Line i20 ആണ് ഏറ്റവും ടോപ്പ് ഉണ്ട്. N8 ആണ്. ഡീസലാണോ? പെട്രോൾ ടർബോ ആണ് വരുന്നത്. ഇത് ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് ആണ്. N8 എന്ന് പറയും. സൺറൂഫ്, സ്പോർട്സ്. ഇത് എൻ്റെ മോനെ, ഈ ഹുണ്ടായുടെ വണ്ടിക്ക് അകം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഈ ഇല്ലാത്ത ഒന്നും കാണൂല, എല്ലാ ഓപ്ഷനും കാണുക. എല്ലാ ഓപ്ഷനും ഉണ്ട്. അതിനൊക്കെ ഇത് സ്പോർട്സ് കിറ്റ് വരുന്ന വണ്ടിയാണ്. കമ്പനി തന്നെ വരുന്ന സ്പോർട്സ് കിറ്റ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 8,25,000 രൂപയാണ് ചോദ്യം. നമുക്ക് നിലവിലൊരാൾക്ക് ഫിനാൻസിന് വേണ്ടി പോയിരിക്കുകയാണ് വണ്ടി. അപ്പം ശരിയാവുകയാണെങ്കിൽ പിന്നെ കിട്ടത്തില്ല. നമുക്ക് വണ്ടി കൊള്ളാം, ഒറ്റ പോറൽ പോലും ഇല്ല, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. റെഡ് അഡീഷണൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയല്ലേ? ഇതും ഫാൻസി നമ്പറാണ്. നമുക്ക് ഇനി വരാനുള്ളൊരു വണ്ടിയും ഫാൻസി നമ്പറാണ്. ഗ്ലാൻസ നല്ല അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. 777. ഇത് ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? 2017 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 64. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 15-16 മൈലേജ് കിട്ടും. അത്രയുണ്ട്. ഓക്കെ. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി കേട്ടോ. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ സ്കർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി നമ്പറുമാണ്. ഇത് 007. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 6,40 ഫൈനൽ കൊടുക്കാം. 6,40. ഇത് ഫുൾ ഓൺ കയറും. ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 2021 സ്വിഫ്റ്റ് ZXi ആണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. കമ്പനി പെയിൻറ്റ് വേറെ കാര്യങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 19,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ എല്ലാം. ഈ കാര്യങ്ങളെന്ന് പറയുന്ന വാക്ക് വലുതായിട്ട് സംസാരിക്കരുതെന്ന് എന്നെ വിളിച്ചൊരു സബ്സ്ക്രൈബർ പറഞ്ഞു. പക്ഷേ ഇല്ല, ശീലിച്ച് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ 1-2 സ്ഥലത്ത് അത് വീണിട്ടുണ്ട്. ഓക്കെ. വണ്ടി നല്ല വൃത്തി, പുതിയ വണ്ടി പോലെ തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക്
620 ഫൈനൽ കൊടുക്കാം. 620. ആ അതെ. അത്യാവശ്യം നിങ്ങളുടെ ഷോപ്പിൽ ഞാൻ വന്നപ്പോഴൊക്കെ നല്ല വണ്ടികളാണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഐ മീൻ ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം നല്ലപോലെ കണ്ടിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളുണ്ട്. അതായി പറഞ്ഞ കണക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. 2010 അല്ലേ? 2010 ഇതൊക്കെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. 2010 വണ്ടി ഇത് നമ്മളെടുത്ത് വേറെ വലുതായിട്ട് പണിയത്തും ഇല്ല. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2010 LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് അല്ല. AC ഒക്കെ വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗും വർക്കിംഗ് ആണ്. സ്റ്റീരിയോ ഇത് എടുത്തിട്ടുണ്ടല്ലോ. സ്റ്റീരിയോ ഒക്കെ വർക്കിംഗ് ആണ്. കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന ആ കണ്ടീഷനിൽ കിടക്കുക. ആ കണ്ടീഷനിൽ കിടക്കുകയാണ്. അപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയിലോട്ട് കയറ്റി കാണും. അതാ സംഭവം. ടയറൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 10 LXi നമുക്ക് 90 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 90 ഫൈനൽ. വേറെ എന്തെങ്കിലും റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊന്നും റീപ്ലേസ് നമ്മൾ പോലും നോക്കിയിട്ടില്ല. റീപ്ലേസ് ബാക്ക് ഗ്ലാസ് എല്ലാം കിടക്കുന്നത് ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇതിലൊന്നും ഇല്ല. ഇതെല്ലാം 10 ഗ്ലാസ്സാണ് കിടക്കുന്നത്. ഓക്കെ. ബാക്ക് ഡിക്കി ഭാഗം ഇടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി പൊട്ടിയിട്ടുണ്ടായിരിക്കും. വേറെ മേജർ ആക്സിഡൻറ്റോ ആക്സിഡൻറ്റ് ഒന്നുമില്ല. ഓട്ടിക്കാനും പക്ക വണ്ടിയാണ്. നമ്മൾ 90 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അതിന് 2012 വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു എക്സ്ചേഞ്ച് മെനിങ്ങാന്ന് വന്നതേ ഉള്ളൂ. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. 4 പുത്തൻ ടയറാണ്. ബ്രിസ്റ്റോൻ്റെ 4 പുതിയ ടയറാണ്. ഇത് സീറ്റ് കവർ ചെറിയ ഡാമേജ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. ചെറിയൊരു സ്റ്റീരിയം വെച്ചിട്ടുണ്ട്. മറ്റേ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. 4 ബ്രിസ്റ്റോൻ്റെ പുതിയ ടയറാണ് നടക്കുന്നത്. ടയേഴ്സും കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 1.15 കൊടുക്കാം. 2012 LXi വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഉറപ്പ് തന്നെ? ഇതിന്റെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കിംഗാ. AC നല്ല കൂളിംഗ് ആണ്. ഈ സൈഡിലും അത് ഈ ഫ്രണ്ട് ബമ്പർ മാത്രമേ ഉള്ളൂ. അത് ഇത് ബമ്പറും അപ്പുറത്തെ മൾഗാർഡും അത് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിന് ലോൺ കിട്ടുമല്ലോ? 2012 ലോൺ കിട്ടും. ഈ 12 ലോണിന് വന്ന് നമ്മൾ വലുതായിട്ട് കൊടുക്കത്തില്ല. ലോൺ ചെയ്യുന്നവരുണ്ട്. 2012 നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്ത് ശ്രീറാമേ ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ 12 എടുക്കുന്നവർ മാക്സിമം ഗോൾഡ് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ എടുത്താൽ അത്രയും അവർക്കും ബെനിഫിറ്റാണ്. KSFE പോലുള്ള പലിശ കുറഞ്ഞിരിക്കും. ഇത് ശ്രീറാമാണ്. 12ഉം 10ഒക്കെ ശ്രീറാമ് ചെയ്യും. പക്ഷേ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് വണ്ടികളാണ് ഈ വില കുറഞ്ഞ വണ്ടികളായിട്ട് കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം വണ്ടികളിൽ ചെറിയ പാളിച്ചകളുണ്ട്. അത് ക്ലിയർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ബാക്കിയുള്ള വണ്ടികളെല്ലാം നല്ല വണ്ടികൾ, പുത്തൻ വണ്ടികൾ പോലെ ഇരിക്കുന്ന വണ്ടികളുമായിരുന്നു. അത് 1-2 വണ്ടികളേ ഉള്ളൂ പഴക്കത്തിൻ്റേതായ ഫാൾട്ട് എന്ന രീതിയിൽ പറയാം. കാരണം കാണുമ്പോൾ ഒരു ഗുമ്മ് എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ കുറവുള്ളത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടികളെല്ലാം നല്ല കിടിലൻ വണ്ടികളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ വരുമ്പം താല്പര്യമുള്ളവർക്കൊക്കെ വരാവുന്ന നല്ലൊരു ഷോപ്പാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരാതെ വരരുത് കേട്ടോ. അപ്പം നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല വണ്ടി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.